മുഖ്യമന്ത്രി ഇപ്പോൾ ഹിന്ദു വർഗീയ കാർഡ് കളിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന വി ബൽറാം അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വർഗീയ കാർഡിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. ആശയപരമായ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. വർഗീയ ശക്തികളോടാണ് ഏറ്റുമുട്ടുന്നത്. അന്തിമ വിജയം കോൺഗ്രസിനുള്ളതാണെന്നും ചെന്നിത്തല പറഞ്ഞു. ആർഎസ്എസിന്റെയും ബിജെപിയുടെയും രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന മതേതര ജനാധിപത്യ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ആത്യന്തിക വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെയാണ്. കാരണം കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യ എന്ന ആശയത്തെയാണ്. ദ ഐഡിയ ഓഫ് ഇന്ത്യ ഈസ് ഓൺ ത്രെറ്റ്. ഇന്ത്യ എന്ന ആശയം, ഇന്ത്യ എന്ന ഐഡിയ മതരാഷ്ട്രമല്ല. ഇന്ത്യ എന്ന ഐഡിയ മതരാഷ്ട്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിവിധ ജാതികൾ, വിവിധ മതങ്ങൾ, വിവിധ ആചാരങ്ങൾ, വിവിധ അനുഷ്ഠാനങ്ങൾ, ഭക്ഷണ രീതികൾ, വേഷവിധാനങ്ങൾ എല്ലാമുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യ എന്ന ആശയം. ആ ഇന്ത്യ എന്ന ആശയത്തെ തകർക്കാനാണ് ബിജെപി ആർഎസ്എസ് ശ്രമിക്കുന്നത്. വി ബൽറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള ബൽറാം സ്മൃതി പുരസ്കാരം ടി.എൻ. പ്രതാപന് സമ്മാനിച്ചു. പുരസ്കാരമായി ലഭിച്ച 50,000 രൂപ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രതാപൻ കൈമാറി. സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്ന് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കൂടെ നടന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തി. കാപട്യ രാഷ്ട്രീയം കാരണം രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് വരെ വിചാരിച്ചിരുന്നുവെന്നും പ്രതാപൻ വൈകാരികമായി പറഞ്ഞു. അർബൻ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. അനിൽ അക്കര, PT അജയ് മോഹൻ, CC ശ്രീകുമാർ, ജോസ് വള്ളൂർ, ജോസഫ് ചാലിശ്ശേരി, അരവിന്ദൻ പല്ലത്ത, KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. വയലിൻ കലാകാരി ഗംഗാ ശശിധരനെ ചടങ്ങിൽ ആദരിച്ചു.